ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷും നീതുവും തമ്മിലുള്ള പ്രണയബന്ധം അറിഞ്ഞ നീതുവിന്റെ വീട്ടുകാർ ആ ബന്ധത്തെ എതിർക്കുകയാണ്. വീട്ടുകാർ നീതുവിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഹരീഷിനെ വിവാഹം കഴിക്കൂ എന്ന തീരുമാനത്തിലാണ് നീതു. ഒരു ദിവസം ഓട്ടോയിൽ നീതുവിന്റെ അച്ഛനും അമ്മയും വളരെ ദേഷ്യത്തോടുകൂടി കിളിക്കൂട്ടിലേക്ക് വരികയാണ്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ അവരോട് സംസാരിക്കുമ്പോൾ അകത്തുനിന്ന് നിധിയും സുഭാഷും സുധീഷും ഹരീഷും നികേഷും എല്ലാം അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്ന സുഭാഷ് കാര്യം അന്വേഷിക്കുമ്പോൾ എല്ലാവരും അവിടേക്ക് വരികയാണ്. നീതുവിന്റെ അച്ഛൻ പറയുന്നു, സുഭാഷെ, നിങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും തമ്മിൽ ചേരില്ല എന്നറിയാലോ. നിന്റെ അനിയനോട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറയണം. എന്റെ മോളുടെ പിന്നാലെ ഇനി വന്നു പോകരുത്. അങ്ങനെ അവർ കിളിക്കൂടിനെ കുറിച്ച് മോശമായി സംസാരിക്കുകയാണ്. സ്ത്രീകൾ വാഴാത്ത വീടാണെന്നും ഭാസ്കരൻ ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയതാണെന്നും പിന്നീട് ഭാസ്കരൻ മറ്റൊരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ സ്ത്രീ ഇപ്പം എവിടാണെന്ന് പോലും അറിയില്ല എന്നൊക്കെ അവർ പറയുന്നു. അങ്ങനെ അവർ ആ വീടിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ നിങ്ങളുടെ കുടുംബം രാജകുടുംബമാണെന്ന്. ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് മോശമായി പറയുന്ന നിങ്ങൾക്കൊരു വീട് പോലും ഇല്ല, വാടക വീട്ടിലല്ലേ കഴിയുന്നത്. അപ്പൊ നീതുവിന്റെ അമ്മ പറയുകയാണ്, ഞങ്ങൾ വാടക വീട്ടിലായിരിക്കും ജീവിക്കുന്നത്, ചെറിയ വീടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, നിങ്ങളെ പോലെയല്ല. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, അതെ അതെ, ഇവിടെയുള്ള ഞങ്ങൾ എല്ലാവരും അഭിമാനം ഇല്ലാത്തവരാ, നിങ്ങൾ വലിയ അഭിമാനമുള്ളവരാ, ഇറങ്ങിപ്പോയി വിടുന്നു. ഇത് കേട്ട് നീതുവിന്റെ അച്ഛൻ പറയുകയാണ്, ഭാസ്കര, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുന്നു, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അങ്ങനെ അവർ വഴക്കുണ്ടാക്കുമ്പോൾ ഭാസ്കരനെ തടയാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. നീതുവിന്റെ അമ്മ പറയുന്നു, ഞങ്ങളുടെ വീട് ചെറുതാണെങ്കിലും വാടക വീടാണെങ്കിലും ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. നിങ്ങളുടെ വീടിനെ കുറിച്ച് ഈ നാട്ടുകാരെന്തൊക്കെയാ പറയുന്നത്? ഈ നാട്ടിലുള്ള ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നല്ലത് പറയുമോ? എന്നിട്ടും നിന്റെയൊക്കെ അഹങ്കാരം എന്താ? ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, അതെ അതെ, നിങ്ങൾ ചോദിച്ചാൽ ഉടനെ ഈ നാട്ടുകാർ കോടികൾ എടുത്തു തരുമല്ലോ. അത്രയ്ക്ക് അഭിമാനികളും നല്ല പേരും ഉള്ളവരല്ലേ നിങ്ങൾ? നാട്ടുകാർക്കൊക്കെ എന്താ ഇഷ്ടം. കടക്കാര് എന്ന് നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടല്ലോ. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ പലരും ആ വീടിന്റെ മുറ്റത്ത് വന്ന് ബഹളം ഉണ്ടാക്കാറുണ്ടല്ലോ. ഇത് കേട്ട് നീതുവിന്റെ അച്ഛൻ പറയുകയാണ്, ഞാൻ ആരുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? വായിൽ വരുന്നത് എന്തും പറയരുത്. നീതുവിന്റെ അച്ഛനെ പരിഹസിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനായി പറയുകയാണ് ഭാസ്കരൻ. ദേഷ്യത്തോടു കൂടി നീതുവിന്റെ അച്ഛൻ ഭാസ്കരനെ തല്ലാനായി വരുമ്പോൾ ഭാസ്കരനും അയാളെ തല്ലാനായി ചെല്ലുകയാണ്. അവരുടെ ഇടയിൽ കയറിയെന്ന് തടയാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. നീതുവിന്റെ അച്ഛനെ പിടിച്ചു മാറ്റി നീതുവിന്റെ അമ്മ പറയുന്നു, ഇങ്ങോട്ട് മാറി നിൽക്ക് മനുഷ്യ. ദേ നോക്ക്, നിങ്ങളോട് വഴക്ക് കൂടാൻ തന്നെ ഞങ്ങൾക്ക് നാണക്കേടാ. നിങ്ങളുടെ മകൻ ഇനിയും എന്റെ മകളുടെ പിന്നാലെ വന്നു പോകരുത്, മര്യാദയ്ക്ക് നിർത്തിക്കോടാ അവനെ. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, നീ നിന്റെ മകളെ മര്യാദ പഠിപ്പിക്ക്. അപ്പോൾ നീതുവിന്റെ അമ്മ പറയുകയാണ്, ഞങ്ങളുടെ മകളെ ഞങ്ങൾ അടക്കവും ഒതുക്കവുമായിട്ടാണ് വളർത്തുന്നത്, ഞങ്ങൾ അവളെ നിലയ്ക്ക് നിർത്തിക്കോളാം. പക്ഷെ നിങ്ങളുടെ മകൻ ഇനിയും എന്റെ മകളെ കാണാൻ വന്നു പോകരുത്, കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അവൾ എന്നെ കാണാൻ എന്റെ അരികിലേക്കാ വരുന്നത്. അവൾ എന്റെ അരികിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ അവളുടെ പിന്നാലെ പോകുന്നത്? പക്ഷെ അവൾ എന്നെ കാണാൻ വന്നാൽ ഞാൻ സംസാരിക്കും, ഞങ്ങൾ വീണ്ടും വീണ്ടും കാണുകയും ചെയ്യും. ഇത് കേട്ട് നീതുവിന്റെ അമ്മ പറയുന്നു, എടാ, അവൾ നിന്നെ കാണാൻ വരില്ല, അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാ, ഞങ്ങൾ നോക്കിക്കോളാം അവളുടെ കാര്യം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നിങ്ങളെ എതിർത്ത് അവൾ ഇവിടെ വന്ന് ഹരീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആരെതിർപ്പുമായിട്ട് വന്നാലും ഞാൻ അവരുടെ കല്യാണം നടത്തും. ഇത് കേട്ട് നീതുവിന്റെ അമ്മ ചോദിക്കുകയാണ്, എന്ത് കല്യാണം നടത്തുമെന്നോ? ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റുന്നതാണോടാ നിന്റെ വീട്? ഇതൊക്കെ ഒരു വീടാണോടാ? നിന്റെയൊക്കെ വീട്ടിലേക്ക് വന്ന ഒരു പെണ്ണും ഈ വീട്ടിൽ അധികകാലം താമസിച്ചിട്ടില്ല. അത്രയ്ക്ക് നശിച്ച ഒരു വീടാണിത്. ഈ ശാപം പിടിച്ച വീട്ടിലേക്ക് വേണോ എന്റെ മകൾ ജീവിക്കാൻ വരേണ്ടത്? ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, എന്റെ മകന്റെയും മരുമകളുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വലിയ റിസപ്ഷൻ അറേഞ്ച് ചെയ്തായിരുന്നു. അന്ന് ഈ നാട്ടുകാർ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് നിങ്ങളാരും അറിഞ്ഞില്ലേ? നിങ്ങൾ എവിടെ ആയിരുന്നു? ഫോറിൻ ടൂർ പോയായിരുന്നു. ഇത് കേട്ട് നീതുവിന്റെ അമ്മ പറയുകയാണ്, ഈ നാട്ടുകാരെല്ലാം വന്നത് നിങ്ങളുടെ മകനെയും മരുമകളെ അനുഗ്രഹിക്കാനല്ല, ആ പെണ്ണ് ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് ഇറങ്ങി പോകുന്നത് കാണാൻ വേണ്ടിയാ. ഇങ്ങനെ ഒരു നശിച്ച വീട്ടിലേക്ക് ഞങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ചേൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുമോ? അതിനുവേണ്ടിയാണോ ഞങ്ങൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് അവളെ വളർത്തിയത്? ഇങ്ങനെ ഒരു വീട്ടിൽ കഴിയുന്നവന്മാരുടെ ആഗ്രഹം കണ്ടില്ലേ, ഞങ്ങളുടെ മോളെ ഈ വീടിന്റെ മരുമകളാക്കണമെന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുന്നു, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ പറ്റി അനാവശ്യം പറയാൻ നിങ്ങൾ ആരാ? അങ്ങനെ അവിടെ വലിയ വഴക്കുണ്ടാകുമ്പോൾ നിധി ഒന്ന് ആലോചിച്ച് സുധീഷിന്റെ അരികിലേക്ക് വന്ന് തട്ടി വിളിക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, നിധി, ഞാൻ ഇവിടെ സംസാരിക്കുകയല്ലേ? സുധീഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നിധി പറയുകയാണ്, സുധീഷ് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? അങ്ങനെ സുധീഷിനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് നിധി. അകത്തേക്ക് കയറി വന്ന സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ ഇത്? നീതുവിന്റെ അമ്മ പറയുന്നത് കേട്ടില്ലേ? അവർക്ക് നല്ല മറുപടി കൊടുത്തല്ലേ പറ്റൂ. അപ്പൊ നിധി എന്തിനാ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അപ്പോൾ നിധി ചോദിക്കാണ്, താലി എവിടെ? ഒന്ന് ആലോചിച്ച് സുധീഷ് ചോദിക്കാണ്, ഏത് താലി? അപ്പോൾ നിധി ചോദിക്കാണ്, എന്റെ താലി എവിടെയെന്ന്. അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധിയുടെ താലിയോ? താലി അഴിച്ചു തന്നായിരുന്നല്ലോ നിധി. അപ്പോൾ നിധി പറയുകയാണ്, ആ താലിയുടെ കാര്യം തന്നെയാ പറഞ്ഞത്, അതെവിടെ? അപ്പോൾ സുധീഷ് ചോദിക്കുന്നു, അതെന്തിനാ ഇപ്പോ? എവിടാന്നല്ലേ ചോദിച്ചത്?
ചോദിച്ചതെന്ന് നിധി പറയുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അകത്തേക്ക് പോയി ഒരു കവർ എടുത്തുകൊണ്ട് അവിടെ കയറുകയാണ് സുധീഷ്. നിധി സംശയത്തോടു കൂടി നോക്കുമ്പോൾ ആ കവറിനകത്ത് നിന്നും ഒരു ബോക്സ് എടുക്കുകയാണ്. ബോക്സിനകത്ത് വീണ്ടും കവർ. ആ കവർ എടുത്ത് മാറ്റുമ്പോൾ വീണ്ടും ബോക്സ്. ഇത് കണ്ട് നിധി ചോദിക്കുകയാണ്, സുധീഷ് എന്തിനാ ഇത്രയും ഡെപ്പയും കവറും ഒക്കെ? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി സ്വർണ്ണമല്ലേ, നിധി ഉപയോഗിച്ച് സ്വർണ്ണമാകുമ്പോൾ അതിന് വില കൂടും, അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. തുടർന്ന് നീതുവിന്റെ അമ്മ ചോദിക്കുന്നു, എന്റെ മകള് ഈ വീടിന്റെ മരുമകളായിട്ട് വരണമെന്നോ? അതിന് ഈ വീടിനും നിങ്ങൾക്കും എന്ത് അർഹതയുണ്ട്? ആരും നിങ്ങളുടെ മക്കൾക്ക് പെണ്ണു കൊടുക്കില്ല. അതുകൊണ്ട് നല്ല കുടുംബത്തിലുള്ള പെൺപിള്ളേരെ കാണുമ്പോൾ പ്രേമിച്ച് വളച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, അതെ, ഞാൻ അങ്ങനെ പഠിപ്പിച്ചു തന്നെയാണ് അവരെ വളർത്തിയത്. വലിയ മഹാരാജാവിന്റെ കുടുംബമല്ലേ നിങ്ങളുടെ? എന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ചിട്ട് വേണം ആ പാലസ് എഴുതി വാങ്ങിക്കാൻ. അവള് പറയുന്നത് കേട്ടില്ലേ, ഇറങ്ങിപ്പോടി. ഭാസ്കരനെ തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു, അച്ഛൻ ഒന്ന് അടങ്ങി നിൽക്കുക. അമ്മ ഈ വായി വരുന്നതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാതെ. അവൾ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഒന്ന് അടങ്ങി നിൽക്കുക. നിങ്ങളുടെ മകളാണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ എന്റെ പിന്നാലെ നടന്നത്. അവളാ എന്നെ പ്രേമിച്ചത്. ഏത് കേട്ട് നീതുവിന്റെ അമ്മ ചോദിക്കുന്നു, അവള് നിന്നെ പ്രേമിച്ചാൽ നീ അവളെ പ്രേമിക്കുവോ? അവളോട് കൊഞ്ചി കുഴങ്ങി സംസാരിക്കുവോ? എടാ നിനക്കറിയത്തില്ലേടാ നിന്റെ അർഹത എന്താണെന്ന്. തുടർന്ന് സുധീഷ് നിധിയുടെ താലി എടുത്ത് കാണിക്കുകയാണ്. സന്തോഷത്തോടുകൂടി ആ താലി നിധിയുടെ കയ്യിലേക്ക് കൊടുക്കാനായി തുടങ്ങിയിട്ട് സുധീഷ് ചോദിക്കുകയാണ്, അല്ല നിധി ഇപ്പൊ എന്തിനാ ഇത് ചോദിക്കുന്നത്? പണയം വെക്കാനാണോ അതോ വിൽക്കാനാണോ അതോ ഇതുകൊണ്ട് ഹരീഷിന്റെയും നീതുവിന്റെയും കല്യാണം നടത്താനാണോ? നീതു ഇവിടെ ഇല്ലല്ലോ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നീതു പറയുകയാണ്, കുറച്ചു നേരം ഒന്ന് മിണ്ടാ നിൽക്കാമോ സുധീഷിന്? വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക. താലി ഇങ്ങോട്ട് താ. ഇത് കേട്ടാൻ വരുന്ന സുധീഷ് താലി നീട്ടുമ്പോൾ ഇതാന്ന് പറഞ്ഞ് ആ താലി വാങ്ങിച്ച് കഴുത്തിലേക്ക് അണിയുകയാണ് നിധി. സുധീഷ് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ഭാസ്കരൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ മര്യാദയ്ക്ക് വളർത്താൻ അറിയാത്തത് കൊണ്ട് ഇവിടെ വന്ന് വായിട്ടലക്കുകയാണോ? നിങ്ങൾ എന്താടോ പറഞ്ഞെന്ന് ചോദിച്ച് നീതുവിന്റെ അച്ഛൻ ഭാസ്കരന്റെ ദേഹത്ത് കൈവയ്ക്കാനായി വരുമ്പോൾ ഭാസ്കരനും മടിക്കാനായി ഒരുങ്ങുകയാണ്. അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് ഹരീഷും സുഭാഷും. ഇതെല്ലാം കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നികേഷ്. സുധീഷ് നിധിയോട് ചോദിക്കുന്നു, നിധി അഴിച്ചു തന്ന താലി ഇപ്പം വീണ്ടും അടങ്ങിയിരിക്കുന്നു. ഇങ്ങോട്ട് വാ സുധീഷ് എന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് പോകുമ്പോൾ വിശ്വസിക്കാനാകാതെ നിധിയുടെ പിന്നാലെ പോവുകയാണ് സുധീഷ്. നീതുവിന്റെ അമ്മ ബഹളം വയ്ക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് വന്ന് നിധി ഉറക്കെ പറയുന്നു, നിർത്താനല്ലേ പറഞ്ഞത്? എല്ലാവരും തിരിഞ്ഞ് നിധിയെ നോക്കുമ്പോൾ നീതുവിന്റെ അമ്മ ചോദിക്കുന്നു, നീ ആരാടി പുതിയതായി വന്ന് ബഹളം വെക്കാൻ? അപ്പോൾ നിധി ചോദിക്കാണ്, നിർത്താനല്ലേ പറഞ്ഞത്? നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങളുടെ പ്രശ്നം എന്നാ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, മോളെ സംസാരിക്കണ്ട. അപ്പോൾ നിധി പറയുകയാണ്, സുഭാഷേട്ടാ ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും സംസാരിച്ചില്ലേ, ഇനി ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പെണ്ണിനെ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല, അതല്ലേ? ഞാൻ ഈ വീട്ടിലല്ലേ ജീവിക്കുന്നത്. ഞാൻ സുധീഷിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ മാസങ്ങളായി. ഞാൻ നല്ല സന്തോഷമായിട്ടല്ലേ ഈ വീട്ടിൽ ജീവിക്കുന്നത്. ഇത് കേട്ട് നീതുവിന്റെ അച്ഛനും അമ്മയും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും നികേഷും. ഭാസ്കരനും സന്തോഷത്തോടു കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുന്നു. നിധി പറയുകയാണ്, ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞത്? അവൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, അവൾ വന്ന വേഗത്തിൽ തന്നെ ഓടിപ്പോകുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഈ വീട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. ഈ വീട്ടിലുള്ള ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതിനേക്കാട്ടിലും അഭിമാനമുള്ള കുടുംബത്തിൽ നിന്ന് വന്നവളാ ഞാൻ. എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള കുടുംബത്തിൽ നിന്ന്. അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തി എല്ലാവരും എന്റെ വീട്ടിലുണ്ട്. അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നു. ഇവരെല്ലാവരും എന്നെ പൊന്നുപോലാണ് നോക്കുന്നത്. സന്തോഷത്തോടു കൂടി നികേഷിനെ ചേർത്ത് പിടിച്ച് സുധീഷ് പതിയെ പറയുകയാണ്, എടാ നികേഷ്, നീ താലി അണിഞ്ഞ് എങ്ങനെ സംസാരിക്കുന്നത് നോക്കടാ. എന്റെ ഭാര്യയായിട്ടാണ് അവള് സംസാരിക്കുന്നത്. എനിക്ക് കുളിര് കോരുന്നുണ്ട്. നിധി ചോദിക്കുന്നു, ഞാൻ ഈ വീട്ടിൽ നന്നായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. ഞാൻ എവിടെയും പോയില്ലല്ലോ. ഈ വീട്ടിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ദിവസം തന്നെ ഈ നാട്ടുകാർ പറയുന്നതെല്ലാം ഞാൻ കേട്ടതാ. പക്ഷേ ഈ വീട്ടിൽ താമസിക്കുന്ന എനിക്ക് അതേപോലെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. നാട്ടുകാർ പറയുന്നതെല്ലാം വെറും കഥകളാണ്. ഈ വീട്ടില് ഒരു പെണ്ണിന് താമസിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. അച്ഛന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മോശമായി സംഭവിച്ചു. അതെല്ലാം പഴയ കഥയാണ്. ഈ വീട്ടില് ഇത്രയും നാളായി ഈ വീട്ടിൽ കഴിയുന്ന ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു വീട്ടിൽ നിങ്ങളുടെ മകൾക്ക് സന്തോഷമായിട്ട് കഴിയാൻ പറ്റില്ലെങ്കിൽ അവൾക്ക് വേറെ ഒരു വീട്ടിലും പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഞാൻ നല്ല സന്തോഷമായിട്ട് ഇവിടെ കഴിയുന്നത്. എല്ലാവരും എന്നെ അങ്ങനെയാണ് ഇവിടെ നോക്കുന്നത്. ഇത് കേട്ട് നീതുവിന്റെ അമ്മ പറയുകയാണ്, ദേ നോക്ക്, നീ ഇവിടെ നന്നായിട്ട് കഴിയുന്നുണ്ടായിരിക്കും, പക്ഷെ എന്റെ മോളെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റില്ല. അപ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് അയക്കുകയോ അയക്കാതിരിക്കുകയോ ചെയ്യും. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ വീടിനെ പറ്റി നിങ്ങൾ മോശമായി പറയരുത്. അങ്ങനെ താലി കാണിച്ചുകൊണ്ട് നിധി പറയുകയാണ്, ഞാൻ എന്താണ് സുധീഷിനെ കല്യാണം കഴിച്ചോ ഈ വീട്ടിലേക്ക് വന്നത്, അന്ന് ഈ നാട്ടുകാർ പറയുന്നതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു. നിധിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ട് സന്തോഷത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും ഹരീഷും ഭാസ്കരനും. സുധീഷ് വളരെ സന്തോഷത്തോടു കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിധി പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഇവിടേക്ക് കല്യാണം കഴിപ്പിച്ചു വിടാൻ ഇഷ്ടമല്ലെങ്കിൽ, അവൾ ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ ഈ
വീടിനെ കുറ്റപ്പെടുത്തി ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മകളെ ഹരീഷിന് കല്യാണം കഴിച്ചു കൊടുത്താൽ നിങ്ങളുടെ മകളെ ഹരീഷ് പൊന്നുപോലെ നോക്കും. സുഭാഷേട്ടന്റെ സ്വന്തം സഹോദരിയെ പോലെ നോക്കും. നികേഷ് ഏട്ടത്തി എന്ന് വിളിച്ച് ജീവൻ കൊടുക്കും. ഇപ്പൊ നിങ്ങളോട് വഴക്കുണ്ടാക്കിയ സുധീഷും നിങ്ങളുടെ മകൾ ഇവിടേക്ക് വന്നാൽ എങ്ങനെ നോക്കുമെന്നറിയുമോ? ഇങ്ങനെ ഒരു വീട്ടില് നിങ്ങളുടെ മകൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം മാത്രമാണ്. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യം. ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനാ? നിങ്ങൾ എന്താ പറഞ്ഞ? ഈ നാട്ടിൽ ഇതിനേക്കാളും മോശമായ ഒരു വീടില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറയാം, ഈ വീടിന്റെ മരുമകളായിട്ട് തന്നെ പറയാം. സുധീഷിന്റെ ഭാര്യ പറയുന്നത് ഇതുപോലൊരു നല്ല വീട് ഈ നാട്ടിലേ ഇല്ല. ഈ വീടിനേക്കാളും സുരക്ഷിതമായ ഒരു വീട് നിങ്ങളുടെ മകൾക്ക് കിട്ടില്ല. അതുകൊണ്ടെന്ന് നീതുവിന്റെ അമ്മ ചോദിക്കുമ്പോൾ നീതുവിന്റെ അമ്മയെ തടഞ്ഞുകൊണ്ട് നിധി പറയുകയാണ്, ദേ നോക്ക്, നിങ്ങൾ നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അയക്കുകയോ അയക്കാതിരിക്കുകയോ ചെയ്യും. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് ഞങ്ങളുടെ വീടിനെ പറ്റി മോശമായി പറയണ്ട. ഇനി നിങ്ങളോ ഈ നാട്ടിലുള്ളവരോ ഈ വീടിനെ പറ്റി മോശമായി സംസാരിക്കുന്നത് എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന വാക്കുകൾ കാരണം ഇവര് ബുദ്ധിമുട്ടുന്നത് കണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഒരു പച്ചക്കള്ളം ഈ നാട് മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഇന്നുകൊണ്ട് അവസാനിക്കണം. ഇനിയും ഈ വീടിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത്രേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? ഈ വാടി എന്ന് പറഞ്ഞ് നീതുവിന്റെ അച്ഛൻ ഭാര്യയും കൂടി അവിടെ നിന്ന് പോവുകയാണ്. എന്റെ കൈ വിട് മനുഷ്യ എന്ന് പറഞ്ഞ് നിധിയെ തിരിഞ്ഞു നോക്കി ദേഷ്യത്തോടു കൂടി ഓട്ടോയിലേക്ക് കയറുകയാണ് നീതുവിന്റെ അമ്മ. നിധി വളരെ ദേഷ്യത്തോടു കൂടി അവര് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ സുധീഷ് സന്തോഷത്തോടു കൂടി പിന്നിൽ നിന്ന് ഹരീഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. നിധി പറയുന്നു, സുഭാഷേട്ടാ, ഇതിനപ്പുറത്തേക്ക് അവര് സംസാരിക്കുന്നത് കണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇനി ആരെങ്കിലും വരട്ടെ, അവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കൊടുത്തേ ഞാൻ വിടും. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി നികേഷ് സുഭാഷേട്ട ഉമ്മ എന്ന് പറഞ്ഞ് നികേഷിനെയും സുഭാഷിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് സുധീഷ്. അവർ സന്തോഷത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, കണ്ടില്ലേ സുഭാഷേട്ട, എന്റെ ഭാര്യ താലിയാണെങ്കിൽ വന്നാ എങ്ങനാ സംസാരിച്ചതെന്ന് എനിക്ക് തറയെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തുള്ളിച്ചാടി സുധീഷ് സുഭാഷിനെയും നികേഷിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഒരുത്തനും കൂടി ഉണ്ടായിരുന്നല്ലോ, അവൻ എവിടെ പോയി എന്ന് ചോദിച്ച് ഹരീഷിനെയും ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് സുധീഷ്. സുധീഷേട്ട എന്താ ഇതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, കണ്ടില്ലേടാ, വീണ്ടും നിധി താലി അണിഞ്ഞിരിക്കുന്നു. തുടർന്ന് അകത്തേക്ക് കയറി വന്ന സുധീഷ് പറയുന്നു, നിധി കലക്കി, സൂപ്പർ. അപ്പൊ സുഭാഷ് പറയുകയാണ്, അതേ മോളെ, മോള് പെട്ടെന്ന് വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി. അപ്പോൾ നിധി പറയുകയാണ്, സുഭാഷേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എപ്പോ നോക്കിയാലും സ്ത്രീകൾ വാഴാത്ത വീടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടുകാര്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ പെണ്ണല്ലേ? ഞാൻ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? അതവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി പോയിന്റ് ആയിട്ട് പറഞ്ഞ് അവരുടെ വായടപ്പിച്ചു. ഒരു വാക്ക് അവരെ കൊണ്ട് പറയിപ്പിച്ചില്ല. നമ്മുടെ വീടിനെ പറ്റി കംപ്ലൈന്റ് പറയാൻ അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു പോയിന്റ് അതായിരുന്നു. അതിനെ എതിർത്ത് ഏട്ടത്തി സംസാരിച്ചതോടുകൂടി തലകുനിഞ്ഞു പോയത് കണ്ടില്ലേ? സുധീഷ് പറയുന്നു, നിധി ആ താലിയും പിടിച്ച് അവരോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് കുളിര് കോരി. ഇത് കേട്ട് നിധി താലി ഊരുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധി എന്തിനാ ഇപ്പൊ ആ താലി ഊരുന്നത്? വേണ്ട നിധി, അത് ഊരണ്ട, പറയുന്നത് കേക്ക്. താലി സുധീഷിന്റെ കയ്യിലേക്ക് കൊടുത്ത് പുഞ്ചിരിച്ച് നിധി പറയുന്നു, ഇത് സൂക്ഷിച്ചു വെക്കണേ സുധീഷേ. അങ്ങനെ നിധി റൂമിലേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. പെട്ടെന്ന് ആലോചിച്ച് പൊട്ടിച്ചിരിച്ച് നികേഷിനും സുഭാഷിനും ഹരീഷിനും ഉമ്മ കൊടുക്കുകയാണ് സുധീഷ്. നികേഷ് ചോദിക്കുന്നു, എന്താ സുധീഷ് നീ ചെയ്യുന്നത്? സുധീഷ് നീ സീൻ മനസ്സിലായില്ലേ? ഏട്ടത്തി താലി അടിച്ച് സുധീഷ് ഏട്ടന്റെ കയ്യിലേക്ക് തന്നിട്ടാ പോയത്. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ആയിക്കോട്ടെടാ, പക്ഷെ ഈ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ താലി അണിഞ്ഞ് എന്റെ ഭാര്യയായിട്ട് പോയി നിന്നത് കണ്ടില്ലേ? അതാടാ പ്രധാനം. മുറ്റത്ത് നിന്ന് അവൾ എന്തെല്ലാം പറഞ്ഞത്? ഞാൻ ഈ വീടിന്റെ മരുമകളാണെന്ന്, സുധീഷിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഇതിനു മീതെ എനിക്ക് എന്താടാ വേണ്ടത്? നിധി എന്റെ ഭാര്യയായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോഴുള്ള എന്റെ ഫീലിംഗ് ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ ആ താലിയും പിടിച്ച് ഡാൻസ് ചെയ്യുകയാണ് സുധീഷ്. സുഭാഷും നികേഷ് ഹരീഷും വിഷമത്തോടുകൂടി സുധീഷിനെ തന്നെ നോക്കി നിൽക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്